സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 2 മരണം. മലപ്പുറം പയ്യനാട് ഇതര സംസ്ഥാന തൊഴിലാളി ദിശക് മാണ്ഡെയാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. കോട്ടയം മാളിയക്കടവിൽ താറാവ് കർഷകൻ മുങ്ങി മരിച്ചു. മലപ്പുറം പയ്യനാട് അൽമദീന ക്രഷറിൽ കുളിക്കാനിറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളി ദിശക് മാണ്ഡെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 45 അടിയോളം താഴ്ചയുള്ള കോറിയിൽ നിന്നും യുവാവിനെ രാത്രിയോടെ സ്കൂബ ടീം അംഗങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. കോട്ടയം മാളിയക്കടവിൽ താറാവ് കർഷകൻ പടിയറക്കടവ് സ്വദേശി സദാനന്ദനാണ് മുങ്ങി മരിച്ചത്. പാടശേഖരത്തിലൂടെ താറാവുകളെ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. കണ്ണൂരിലെ മട്ടന്നൂർ ഇരിക്കൂർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡിടിഞ്ഞു. പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അവശേഷിച്ച റോഡാണ് പുഴയിലേക്ക് തകർന്നു വീണത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത പൂമംഗലം തോട്ടിൽ വെള്ളം കരകവിഞ്ഞു. തുടർച്ചയായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അരുവിപ്പാറ ജലാശയം കരകവിഞ്ഞു. കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. കല്ലാച്ചി സ്വദേശി കക്കുഴിപ്പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നു വീണത്. വീട്ടുകാർ പുറത്തേക്കോടിയതിനാൽ ആളപായം ഒഴിവായി. സമീപത്തെ കുടുംബത്തെയും മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ പുള്ള മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതവും പൂർണ്ണമായും നിർത്തിവെച്ചു. പാടശേഖരത്തിൽ വെള്ളമുയർന്ന റോഡിനു മുകളിലൂടെ കരകവിഞ്ഞതിനെ തുടർന്നാണ് നടപടി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ തലവടിയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നീരേറ്റുപുറം പുത്തൻപറമ്പ് ബിൽഡിംഗിലും മണലേൽ സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നത്. മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ 75ഓളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.